അങ്ങനെ ആ പ്രധാനപ്പെട്ട ദൃശ്യം ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ വാദം പൊളിച്ചുകൊണ്ടുള്ള നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസ് ആണ്. ആ ദൃശ്യം ഇങ്ങനെയായിരുന്നു. ഷാഫിയുടെ തലയിൽ ലാത്തിക്കടി ഏൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ നിയമ നടപടികളിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഷാഫി അടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് വലിയ കോൺഗ്രസ് പ്രതിഷേധം ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. ഈ പ്രതിഷേധ മാർച്ചിലെമ്പാടും വ്യാപക സംഘർഷവും ഉണ്ടായി. പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നതുവരെ ഷാഫി പറമ്പിൽ MP-യുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. പ്രതിഷേധം അണപൊട്ടിയതോടെ എല്ലാം ഷാഫിയുടെ ഷോ എന്ന തരത്തിലായിരുന്നു CPM DYFI പ്രചാരണം. ലാത്തി കൊണ്ട് അടിച്ചിട്ടില്ലെന്ന് പോലീസും പറഞ്ഞു. ഇന്ന് രാവിലെ ഷാഫിയെ ലാത്തിക്കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാണ്? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഇതോടെ പോലീസിന്റെയും CPM-ന്റെയും വാദങ്ങൾ പൊളിഞ്ഞു. പറഞ്ഞ കാര്യങ്ങളിൽ CPM പ്രതിരോധത്തിലായി. ഷാഫി ഇല്ലായിരുന്നുവെങ്കിൽ പേരാമ്പ്രയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുമായിരുന്നുവെന്ന പ്രതികരണം നടത്തി പോലീസിനെതിരെയുള്ള ആരോപണം UDF നേതാക്കൾ കടുപ്പിച്ചു. മാത്രവുമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാൻ CPM-ന്റെ തന്ത്രമാണെന്നും UDF ആരോപിച്ചു. ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ആജ്ഞാനുവർത്തികളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ശബരിമലയിൽ അയ്യപ്പൻ്റെ പൊന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പേരാമ്പ്ര CKGM കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ UDSF-നായിരുന്നു വിജയം. ആഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞപ്പോൾ സംഘർഷമായി. ഇതേ തുടർന്ന് ഇന്നലെ വൈകിട്ട് UDF പ്രവർത്തകരും CPM പ്രവർത്തകരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം മുഴക്കി. പ്രവർത്തകർക്കെതിരെ പോലീസ് കണ്ണീർവാതകവും ലാത്തിയും പ്രയോഗിച്ചു. ഷാഫി ഉൾപ്പെടെ 20-ലധികം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഷാഫിയുടെ മൂക്കിന്റെ 2 എല്ലുകൾ പൊട്ടിയതോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംസ്ഥാനത്തൊട്ടാകെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് UDF നീക്കം. പോലീസിനെതിരെയുള്ള വാദങ്ങൾ CPM-ന്റെ കഴുത്തിൽ കെട്ടാൻ UDF-ന് അധിക സമയം വേണ്ടി വന്നില്ല. ആ ദൃശ്യങ്ങൾ അതിന് സഹായകമാവുകയും ചെയ്തു. അതോടൊപ്പം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ന് കിട്ടിയ സൂപ്പർ മൈലേജുമാണ് പേരാമ്പ്രയിലെ വിഷയം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.